സംശയരോഗം അഥവാ ഓഥല്ലോ സിൻഡ്രോം ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന അവസ്ഥയാണ്. ഈ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന പലരെയും കണ്ടിട്ടുണ്ട്. സംശയരോഗം പിടിപെട്ടാൽ പിന്നെ സ്വന്തം ജീവിതം നരകതുല്യമാകും. അവർക്കൊപ്പം ജീവിക്കുന്ന പങ്കാളിയുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും സംശയം കാരണം ഇരകളായ ഒട്ടേറെ പങ്കാളികളുടെ കഥകൾ കേട്ടിട്ടുണ്ട്. പല വീടുകളിലും ചോരയും കണ്ണീരും വീണിട്ടുണ്ട്. മലപ്പുറം പെരിന്തൽമണ്ണയിലെ ഷഫ്ന എന്ന യുവതിയുടെ ജീവിതം നശിപ്പിച്ചത് ഭർത്താവിൻ്റെ സംശയരോഗമാണ്. വിവാഹം കഴിഞ്ഞ് 8 മാസം തികയും മുൻപ് ഭർത്താവിൻ്റെ ക്രൂരമായ ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെടുന്നു. വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ മുൻഷാദ് സംശയരോഗി എന്നാണ് വിവരം. ഇതോടൊപ്പം ചെങ്ങന്നൂരിലെ യേശുദാസ് എന്ന വയോധികൻ്റെ മരണത്തിലെ ദുരൂഹതയും മറന്നീക്കി പുറത്തു വരണം. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മലപ്പുറം പെരിന്തൽമണ്ണയിലെ മുൻഷാദും അരക്കപറമ്പ് സ്വദേശിനി ഷഫ്നയും 8 മാസം മുൻപാണ് വിവാഹം കഴിച്ചത്. രണ്ടുപേരുടെയും 2ാം വിവാഹമായിരുന്നു. കല്യാണം കഴിഞ്ഞ നാളുകളിൽ മാതൃകാ ദമ്പതികളായി ജീവിച്ചവർ. എന്നാൽ ഭർത്താവ് മുൻഷാദിൻ്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ അവൾ പതിയാണ് തിരിച്ചറിഞ്ഞത്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വീട്ടിൽ പ്രശ്നങ്ങൾ പതിവ്. സ്വന്തം വീട്ടിലേക്ക് ഫോൺ വിളിച്ചാലും അയൽവാസികളോട് മിണ്ടിയാലും സംശയം. അതിൻ്റെ പേരിൽ എപ്പോഴും വഴക്കും ബഹളവും. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഭാര്യ ഉറങ്ങുന്ന സമയം മുൻഷാദ് ശരീരത്തിലൂടെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി. അതോടെ വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയ യുവതി അടുത്ത വീട്ടിൽ അഭയം തേടിയെങ്കിലും ശരീരമാസകലം ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. ഒടുവിൽ ചികിത്സയിലിരിക്കെ ഷഫ്ന മരിച്ചെന്ന സങ്കടകരമായ വാർത്തയാണ് പുറത്തു വന്നത്. കേസിൽ പ്രതി മുൻഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് അരക്കുപറമ്പിലാണ് സംഭവം. വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഭാര്യയുടെ മേൽ ഭർത്താവ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തീപ്പൊള്ളലേറ്റ നിലയിൽ ഷഫ്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി അടുത്ത വീട്ടിൽ അഭയം തേടി. തന്നെ ഭർത്താവ് മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചുവെന്ന് യുവതി പറഞ്ഞതായി അയൽവാസികൾ വെളിപ്പെടുത്തി. ഞാൻ അവിടുന്ന് വരുന്ന സമയത്ത് ശബ്ദം കേട്ടിട്ട് ഓടി വന്നതാണ്. ഓടി വന്നപ്പോൾ ഈ കുട്ടി തൊള്ളടുന്ന് കേട്ടിട്ട് ഓടി വന്നപ്പോൾ മുറ്റത്തേക്ക് ഇവരെ ഈ മതിൽ ചാടി ഓടി വന്നപ്പോൾ ഈ കുട്ടി ഓടി പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു എന്നെ തീയിട്ടിക്കുകയാണ്, മണ്ണെണ്ണ പറഞ്ഞ് കാക്കു തീയിട്ടിക്കുകയാണ് കാരണം. അത് മാത്രമേ പറഞ്ഞത് അവിടുന്ന്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആകെ കത്തിയിരുന്നു. അവർക്ക് എടുക്കാൻ വേണ്ടി ഞങ്ങൾ കെടുക്കുകയും ചെയ്തു. വെള്ളം കൊണ്ടുപോയിക്കാണ്ട് പിന്നെ ഊസ് കുടിച്ചിട്ട് അടിച്ചു. നല്ല കത്തിയിരുന്നു. ബെഡൊക്കെ ആകെ കത്തിയിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ ആദ്യം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലും അതിനുശേഷം സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 8 മാസം മുൻപായിരുന്നു മുൻഷാദിന്റെയും ഷഫ്നയുടെയും വിവാഹം. ഇരുവരുടെയും 2ാം വിവാഹമായിരുന്നു. മുൻഷാദിന് ഷഫ്നയെ സംശയമായിരുന്നുവെന്നും ഇതേ തുടർന്നുള്ള വഴക്കാണ് ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചതെന്നുമാണ് പോലീസ് നൽകുന്ന സൂചന. രണ്ടുപേരുടെയും ആദ്യ വിവാഹത്തിലുള്ള കുട്ടികളും മുൻഷാദിന്റെ മാതാപിതാക്കളും ഇവർക്കൊപ്പമാണ് അരക്കുപറമ്പിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. സംഭവം നടക്കുന്ന സമയത്ത് മുൻഷാദിന്റെ ഉപ്പയും ഉമ്മയും വീട്ടിലില്ലായിരുന്നു. പ്രതിയുമായി പോലീസും മലപ്പുറത്തു നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും പ്രതിയുമായി സംഭവ സ്ഥലത്തെത്തി 2 മണിക്കൂറോളം നീണ്ട തെളിവെടുപ്പാണ് നടത്തിയത്. പ്രതിയെ കണ്ടതോടെ സ്ത്രീകളടക്കമുള്ളവർ രോഷാകുലരായി. തുടർന്ന് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. ബന്ധങ്ങളെക്കാൾ പണത്തിനും സ്വത്തിനും വില കൽപ്പിക്കുന്ന മനുഷ്യരുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വത്ത് തട്ടിയെടുക്കാൻ സ്വന്തം സഹോദരനെ പോലും കൊല്ലാൻ മടിക്കാത്തവരുടെ നാട്. ആലപ്പുഴ ചെങ്ങന്നൂരിലെ യേശുദാസിൻ്റെ മരണം സ്വത്ത് കൈവശപ്പെടുത്താൻ വേണ്ടിയുള്ള ആസൂത്രിത കൊലപാതകമായിരുന്നു. കഴിഞ്ഞ മാസം 20-നാണ് വയോധികൻ്റെ മരണം സംഭവിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് സംസ്കാരം നടത്തി. പിന്നീടാണ് മക്കൾക്ക് ചില സംശയങ്ങൾ തോന്നിയത്. അതോടെ പോലീസിൽ പരാതി നൽകി. മരണം നടന്ന് 1 മാസത്തിന് ശേഷം യഥാർത്ഥ വസ്തുത അറിയാൻ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം. RDOയുടെ ഉത്തരവ് പ്രകാരമാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. ഹോം നേഴ്സിൻ്റെ സഹായത്തോടെ സഹോദരൻ ഗബ്രിയൽ നടത്തിയ കൊലപാതകമെന്നാണ് മക്കളുടെ ആരോപണം.
മാർച്ച് 20 രാവിലെയാണ് രക്തം ഛർദ്ദിച്ച നിലയിൽ ചെങ്ങന്നൂർ പുലിയൂർ സ്വദേശി യേശുദാസിനെ വീട്ടിൽ കാണപ്പെട്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. വിദേശത്തായിരുന്ന മകളും മരുമകളും ചെറുമക്കളും നാട്ടിലെത്തിയ ശേഷം 24-ന് പുലിയൂർ ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. സംസ്കാര ചടങ്ങിന് ശേഷമാണ് മകൾ ബിൻസിയും മരുമകൾ ലീനയും യേശുദാസിന്റെ മരണത്തിൽ ദുരൂഹതയുള്ളതായും യേശുദാസിന്റെ സഹോദരൻ ഗബ്രിയേലിനെയും ഹോം നേഴ്സ് തങ്കമണിയെയും സംശയമുള്ളതായി കാട്ടി പോലീസിൽ പരാതി നൽകിയത്. മരണത്തിലുള്ള സംശയമാണ്. മരിച്ചത് എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തെളിവായിട്ടില്ല. മരിച്ചു കിടക്കുകയായിരുന്നാണ് അയൽവാസിയിൽ നിന്ന് ഞാൻ അറിഞ്ഞത്. ഛർദ്ദിച്ച അവസ്ഥയിലായിരുന്നു. കൈകളൊക്കെ കരിനീലിപ്പുണ്ടായിരുന്നു. ഞങ്ങളെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ മകളുടെ വീട്ടുകാരെയോ എൻ്റെ ഫാമിലിയോ ബാക്കിയുള്ളവരെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി മൃതദേഹം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് മോർച്ചറിയിലാക്കി. അവിടെ പോസ്റ്റ്മോർട്ടത്തിനുള്ള കാര്യങ്ങളൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തിട്ടില്ല. ഹോം നേഴ്സ് വീട്ടിൽ വെച്ച് നൽകിയ കേക്ക് കഴിച്ചതിനെ തുടർന്ന് യേശുദാസ് ബോധരഹിതനായെന്നും പിന്നീട് മരിച്ചുമെന്നുമാണ് നിലനിൽക്കുന്ന ആക്ഷേപം. ശരീരം വിഷാംശമുള്ളിൽ ചെന്ന നിലയിൽ കരിനീലച്ചിരുന്നു. യേശുദാസിന്റെ സ്വത്തുക്കൾ സഹോദരൻ ഗബ്രിയേൽ അനധികൃതമായി സ്വന്തമാക്കിയതായും പരാതിയിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ RDOയുടെ ഉത്തരവ് പ്രകാരമാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും വീടും വസ്തുവും പുള്ളിയുടെ പേരിലേക്കുള്ള ആധാരം ഞങ്ങളെ കാണിക്കുകയും ചെയ്തു. ഒരു ആധാരത്തിന്റെ സാക്ഷിയായിട്ടുള്ളത് ഈ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിയാണ്. അത് കൂടാതെ തന്നെ ഈ ആധാരം രജിസ്റ്റർ ചെയ്ത് 90 ദിവസത്തിനിടയിലാണ് പപ്പയുടെ മരണം. അത് അൺയൂഷ്വലാണ്. അത് സ്വത്തും പണവും എല്ലാം മാറ്റി. ഞങ്ങൾ അറിയില്ല, അറിഞ്ഞുകൂടാ. ചെങ്ങന്നൂർ തഹസിൽദാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി. ശേഷം ഫോറൻസിക് സർജന്റെയും 2 അസിസ്റ്റന്റ് സർജന്മാരുടെയും നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആന്തരിക അവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയക്കും. ഇതിന്റെ ഫലം വന്നാൽ മാത്രമേ വിഷാംശം ഉള്ളിൽ ചെന്നിരുന്നു എന്നതിൽ സ്ഥിരീകരണമുണ്ടാകൂ. ഇതേസമയം ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ഗബ്രിയേൽ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. സ്വന്തം അവിഹിത ബന്ധം മറച്ചുവെക്കാൻ 16 വയസ്സുള്ള മകളെ കൊലപ്പെടുത്തിയ അമ്മ. അതിനായി കാമുകനുമായി ചേർന്ന് 6 മാസം നീണ്ട ആസൂത്രണം. കൊലപാതകത്തിന് ശേഷം മകൾ ഒരു യുവാവിനൊപ്പം ഒളിച്ചോടിയെന്ന കള്ളക്കഥ. 2019 മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു തിരുവനന്തപുരം നെടുമങ്ങാട്ടെ മീരയെ കൊലപ്പെടുത്തിയ കേസ്. 2024 മെയ്യിൽ അമ്മ മഞ്ജുഷയ്ക്കും കാമുകൻ അനീഷിനും വിചാരണ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതാണ്. എന്നാൽ മകളെ കൊന്നതിൻ്റെ യാതൊരു കുറ്റബോധവുമില്ലാതെ പ്രതികൾ അപ്പീൽ നൽകുന്നു. ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്നും അവർക്ക് തിരിച്ചടി. കേസിൽ അമ്മയ്ക്കും കാമുകനും വിചാരണ കോടതി വിധിച്ച തടവ് ശിക്ഷ ശരിവച്ചിരിക്കുന്നു. ജൂൺ 10 തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനിയായ മീരയെ അമ്മയും കാമുകനും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന മഞ്ജുഷയുടെയും അയൽവാസിയായ അനീഷിന്റെയും അവിഹിത ബന്ധത്തെ മീര എതിർത്തതായിരുന്നു കൊലപാതകത്തിന് കാരണം. കൊലപാതകത്തിന് ശേഷം മകൾ തമിഴ്നാട്ടിലേക്ക് ഒളിച്ചോടിയെന്ന് സ്വന്തം അമ്മയെ വിശ്വസിപ്പിക്കാൻ മഞ്ജുഷ ശ്രമിച്ചു. മകളെ കണ്ടെത്താനെന്ന വ്യാജേന അനീഷിനൊപ്പം തമിഴ്നാട്ടിലേക്ക് കടന്ന ഇരുവരും നാഗർകോവിലിൽ ഒളിവിൽ താമസിക്കവെയാണ് പോലീസിന്റെ പിടിയിലായത്. നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനിയായ മീരയെ കൊലപ്പെടുത്താൻ പ്രതികൾ 6 മാസം മുൻപേ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. കഴുത്തും ഞെരിച്ച് കൊന്ന് കെട്ടിത്തൂക്കാനായിരുന്നു ആദ്യ പദ്ധതി. പലവട്ടം അതിന് തുനിഞ്ഞെങ്കിലും സാഹചര്യം അനുകൂലമാകാത്തതിനാൽ കഴിഞ്ഞില്ല. ഒടുവിൽ 6 മാസത്തിനു ശേഷം കനത്ത മഴയുള്ള രാത്രിയിലാണ് മീരയെ കഴുത്തു ഞെരിച്ച് കൊന്നത്. ഇരുവരും ചേർന്ന് നടത്തിയ പാതിരാ കൊലപാതകത്തിന് ശേഷം മകൾ ഒരു യുവാവിനൊപ്പം ഒളിച്ചോടിയെന്ന് കള്ളക്കഥകൾ ഉണ്ടാക്കി മറ്റുള്ളവരുടെ മുന്നിൽ തങ്ങൾ നിഷ്കളങ്കരാണെന്ന് വരുത്തുകയും ചെയ്തു. ദിവസങ്ങളോളം മകളെയും പേരക്കുട്ടിയെയും കാണാതായതോടെ മഞ്ജുഷയുടെ മാതാവ് നൽകിയ പരാതിയിൽ നടത്തിയ ശാസ്ത്രീയ അന്വേഷണമാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും DNA പരിശോധന അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകളുമാണ് നിർണായകമായത്. 2024 മെയ് 15
തിരുവനന്തപുരം സെഷൻസ് കോടതി അമ്മയ്ക്കും കാമുകനും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെതിരെയാണ് പ്രതികൾ കോടതിയെ സമീപിച്ചത്. വിചാരണ കോടതിയുടെ വിധിയിൽ മാറ്റം വരുത്താൻ ഹൈക്കോടതി തയ്യാറായില്ലെങ്കിലും അനീഷിനെതിരായ ബാലനീതി നിയമപ്രകാരമുള്ള ശിക്ഷ ഒഴിവാക്കി. മാതൃത്വത്തിന് കളങ്കം ചാർത്തി കാമുകന് വേണ്ടി സ്വന്തം ചോരയെ ഇല്ലാതാക്കിയ മഞ്ജുഷയ്ക്കും അതിന് കൂട്ടുനിന്ന അനീഷിനും അർഹമായ ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ഏറെ കോളിളക്കം സൃഷ്ടിച്ച തൊടുപുഴ കുമാരമംഗലം പീഡനക്കേസിൽ ഇരയ്ക്ക് നീതി കിട്ടണമെന്നൊരു നാട് മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വന്തം അമ്മയുടെയും അമ്മൂമ്മയുടെയും ഒത്താശയോടെ 17കാരിയെ പീഡിപ്പിച്ച കേസിൽ ആകെ 25 പ്രതികളാണുള്ളത്. അതിൽ വിചാരണ പൂർത്തിയായ ആദ്യ കേസിലെ പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. തൊടുപുഴ സ്വദേശി അനസിന് 10 വർഷം കഠിന തടവാണ് ശിക്ഷ. പ്രതി 50,000 രൂപ പിഴയും അടയ്ക്കണമെന്ന് ഇടുക്കി അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത 28 കേസുകളിൽ ആദ്യ വിധിയാണിത്. തൊടുപുഴ നഗരത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് അനസ് പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത്. ഇയാളും ഇവിടെ ജോലി ചെയ്തിരുന്നു. പ്രതിക്കെതിരെ ചുമത്തിയ ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. എന്നാൽ പ്രതിക്ക് നിയമപ്രകാരം ചുമത്താവുന്ന കുറഞ്ഞ ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത്. പോക്സോ നിയമം 4-ാം വകുപ്പ് പ്രകാരം പ്രതിക്ക് 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും കോടതി വിധിച്ചു. പിഴ അടച്ചില്ല എങ്കിൽ 1 വർഷം കൂടി അധികമായി കഠിന തടവ് അനുഭവിക്കണം. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി വളരെ ശ്ലാഘനീയവുമാണ്. ഈ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 16 വയസ്സിന് താഴെ അല്ല ഈ കുട്ടിയുടെ പ്രായം. ഈ കേസിൻ്റെ സംഭവത്തെ പരിഗണിക്കുമ്പോൾ 16 വയസ്സിന് മുകളിലാണ്, അതായത് 16-നും 18-നും ഇടയ്ക്കാണ്. അതുകൊണ്ടാണ് അതിലെ ശിക്ഷ 10 വർഷം കഠിന തടവ് എന്നുള്ളതാണ് മിനിമം പണിഷ്മെന്റ്. പെൺകുട്ടിയുടെ പുനരധിവാസത്തിന് ലീഗൽ സർവീസ് അതോറിറ്റിയോട് 4 ലക്ഷം രൂപ അനുവദിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊരു കേസിൽ കൂടി വിചാരണ പൂർത്തിയായിട്ടുണ്ട്. ഈ കേസിൽ ഈ മാസം 28-ന് വിധി പറയും. ഈ കേസിലെ പ്രതി വിനീഷ് വിജയൻ തൊടുപുഴയിലെ ബാറിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായതിനാലാണ് വിധി പറയുന്നത് മാറ്റിവെച്ചത്. ന്യൂസ് 18 ഇടുക്കി. രാത്രി സമയങ്ങളിൽ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ആരാണ് ഉറപ്പാക്കേണ്ടത്? സർക്കാർ പ്രഖ്യാപനങ്ങളൊക്കെ ഇപ്പോൾ കടലാസിൽ മാത്രമാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം തുടർക്കഥയാകുന്നു. ഇടുക്കി കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവാക്കൾ പരാക്രമം നടത്തിയ കേസ് അതീവ ഗൗരവത്തോടെ കാണണം. കയ്യിൽ മുറിവുമായി എത്തിയ രോഗിയും ഒപ്പമുണ്ടായിരുന്നവരുമാണ് ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. സംഭവത്തിൽ ആശുപത്രി അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. കയ്യിൽ സാരമായ മുറിവുമായാണ് യുവാവും 7 പേരടങ്ങുന്ന സംഘവും കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയത്. മുറിവ് ആഴത്തിലുള്ളതാണെന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. ഇതിനിടെയാണ് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്നാരോപിച്ച് യുവാക്കൾ പ്രകോപിതരായത്. ആശുപത്രി ജീവനക്കാരെ ഇവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. തടയാൻ ശ്രമിച്ച ആരോഗ്യ പ്രവർത്തകയെ യുവാക്കൾ മർദ്ദിച്ചതായും ആരോപണമുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ കുമളി പോലീസിൽ പരാതി നൽകി. അണക്കര ചെല്ലാർകോവിൽ സ്വദേശികളായ യുവാക്കളാണ് അതിക്രമം നടത്തിയതെന്നാണ് കണ്ടെത്തൽ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ഇടുക്കി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില മാന്യന്മാരുണ്ട്. സൈബറിടത്ത് തന്നെ ഇവർ പൊതുശല്യമാണ്. അതോടൊപ്പം സമൂഹത്തിലും ശല്യമായി മാറുന്ന ഒരു ബിരുദനെക്കുറിച്ച് കൂടി അറിയണം. പകൽ ഇൻസ്റ്റഗ്രാമിൽ പ്രൊമോഷണൽ വീഡിയോയും രാത്രി സമയങ്ങളിൽ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളലുമാണ് പണി. പൊതുസ്ഥലത്ത് കക്കൂസ് മാലിന്യം തള്ളുന്നതടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
വളാഞ്ചേരി സ്വദേശി നിയാസ് കൊട്ടാരത്തിലിനെ കൊച്ചിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന മുഖംമൂടി അണിഞ്ഞ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളുമായി നടന്നിരുന്ന വളാഞ്ചേരിയിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നിയാസ് കൊട്ടാരത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിൽ നിന്നാണ് നിയാസിനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊതുസ്ഥലത്ത് കക്കൂസ് മാലിന്യം തള്ളിയതടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് നിയാസ് എന്ന് പോലീസ് അറിയിച്ചു. പൊതുജനാരോഗ്യത്തിനും പരിസര ശുചിത്വത്തിനും വെല്ലുവിളി സൃഷ്ടിച്ചു നടന്നിരുന്ന നിയാസിനെതിരെ നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിരുന്നു. പരാതികൾ കുമിഞ്ഞുകൂടിയതോടെയാണ് അറസ്റ്റ്. വ്യാപാര സ്ഥാപനങ്ങളുടെയും മറ്റും പ്രമോഷൻ വ്ളോഗുകൾ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രചരിപ്പിക്കുന്നതാണ് നിയാസിന്റെ ജോലി. കൂടാതെ യുവത്വത്തെ ആകർഷിക്കുന്ന രീതിയിൽ നിരവധി റീലുകളും ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ രാത്രിയാകുന്നതോടെ ഭാവം മാറും. പിന്നീട് ജനവാസ കേന്ദ്രങ്ങളിലും റോഡുകളിലും കക്കൂസ് മാലിന്യം തള്ളുന്നതാണ് ഇയാളുടെ പണിയെന്ന് പോലീസ് പറഞ്ഞു. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലും മലപ്പുറം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലുമായി ഇയാൾക്കെതിരെ ഒന്നിലധികം കേസുകളുണ്ട്. തുടർച്ചയായ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് പ്രതിക്കെതിരെ കാപ്പ ചുമത്താൻ പോലീസ് ശുപാർശ ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്തപ്പോഴും ഇയാൾക്ക് യാതൊരു കൂസലും ഇല്ലായിരുന്നു. ന്യൂസ് 18 തിരൂർ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ ഈ പകൽ കരളലിയിപ്പിക്കുന്ന ചില കാഴ്ചകൾ കണ്ടു. മകൻ്റെ മരണശേഷം ആദ്യമായി കോളേജിലെത്തിയ നിതിൻ്റെ പിതാവ് രാജൻ്റെ ചങ്ക് പൊട്ടിയുള്ള കരച്ചിൽ. മകന് നീതി കിട്ടാൻ വേണ്ടി നിയമപോരാട്ടം നടത്തുന്ന കുടുംബം സിറ്റി പോലീസ് കമ്മീഷണറെ നേരിൽ കണ്ട് ആവലാതികൾ ബോധിപ്പിച്ചു. നിതിൻ്റെ മരണം ആസൂത്രിതമായ കൊലപാതകമെന്നാണ് അച്ഛനും സഹോദരിയും ഉൾപ്പെടെ ആവർത്തിച്ച് ആരോപിക്കുന്നത്. അതേസമയം അന്വേഷണം പോലീസ് അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് ഈ മാസം 28-ന് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിതിൻ രാജിന്റെ അച്ഛൻ രാജനും സഹോദരി രാഖിയും സഹോദരി ഭർത്താവ് അശോകനും അടക്കമുള്ളവർ ഉച്ചയോടെയാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെത്തിയത്. വാഹനത്തിൽ നിന്നിറങ്ങിയ നിതിന്റെ പിതാവ് വികാരാധീനനായി. തുടർന്ന് അദ്ദേഹം നിതിൻ വീണ് കിടന്ന സ്ഥലം സന്ദർശിച്ചു. എന്റെ മകന് അവസാനം ആരും വെള്ളം കൊടുത്തില്ലല്ലോ, എനിക്ക് വേണ്ട. കോളേജ് ഒന്നും വേണ്ട, ഇതുവരെയും ആരും ഒന്നും വിളിച്ചു ചോദിച്ചില്ല, വീട്ടിൽ വന്നില്ല. അവശനായ പിതാവ് നിതിന്റെ മരണത്തിന് ഉത്തരവാദി കോളേജ് അധികൃതരാണെന്ന് ആവർത്തിച്ചു. ആരോപണ വിധേയരായ അധ്യാപകരെ അറസ്റ്റ് ചെയ്യാത്തതിനെയും പ്രിൻസിപ്പലിനെ പ്രതി ചേർക്കാത്തതിനെയും കുടുംബം രൂക്ഷമായി വിമർശിച്ചു. അവനെ കണ്ടാ കുത്തിക്കൊല്ലോ, അവനെ എന്റെ മോനെ കൊന്നോനാ, അവനെ എല്ലാ എണ്ണത്തിന്. അവനെ ആരെ കാണണം? പ്രിൻസിപ്പലിനെയാണോ അല്ലെ മറ്റേ റാമിനെയാണോ? രാമനെ, രാമൻ വാർഡൻ പ്രിൻസിപ്പൽ ശ്രീലേഖ എല്ലാം അത് പ്രതികളാണെന്ന് ഇതുവരെയും അറിഞ്ഞൂടെ? ഈ പറഞ്ഞ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് നല്ല രീതിയിൽ ബോധ്യമുണ്ട് അവരും കുറ്റവാളികളാണെന്നുള്ളത്. ആ കാര്യത്തെക്കുറിച്ച് കൂടി ചെറുതായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രിൻസിപ്പളും ഈ പറഞ്ഞ ലത മറ്റു 3 പേര് ഫൈസൽ ഉൾപ്പെടെ ഈ പറഞ്ഞ ആ റൂമിലുണ്ടായിരുന്ന മറ്റേ ഈ CCTV കാണുന്നുണ്ടല്ലോ, ആ ദൃശ്യത്തിൽ കാണുന്ന എല്ലാവരും കുറ്റക്കാരാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ക്യാമ്പസിലെത്തിയ രാജനും മകളും പ്രിൻസിപ്പലിനെ കാണാൻ നിന്നില്ല. കൂടെ ഉണ്ടായിരുന്നവർ പ്രിൻസിപ്പലിനെ നേരിൽ കണ്ട് മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. ഇതിനിടെ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദലിത് ലീഗ് ക്യാമ്പസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. മാനേജ്മെന്റ് നിയോഗിച്ച ബൗൺസർമാർ പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചതാണ് പ്രകോപനത്തിനിടയാക്കിയത്.
കേസന്വേഷണം അട്ടിമറിക്കുന്ന കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റി നിർത്തണമെന്നും അഞ്ചരക്കണ്ടി കോളേജിന്റെ അംഗീകാരം റദ്ദാക്കണമെന്നും നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പ്രതിഷേധിച്ച് അടുത്ത ചൊവ്വാഴ്ച ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. കുംഭമേളയിലെ വൈറൽ താരമായ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആര് പറയുന്നതാണ് സത്യം? ഏത് രേഖകളാണ് വിശ്വസിക്കേണ്ടത്? പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് മധ്യപ്രദേശ് പോലീസും പ്രായപൂർത്തിയായെന്ന് കേരള പോലീസും പറയുന്നു. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് മുന്നിൽ കേരള പോലീസ് ബോധിപ്പിക്കുന്ന കാര്യം നിർണായകമാണ്. കേസിൽ കേരളത്തിന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് DGP റവാഡ ചന്ദ്രശേഖർ കമ്മീഷനെ അറിയിക്കും. പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായെന്ന് രേഖകൾ പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമാണ് വിവാഹം നടത്തിയതെന്ന് പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. പെൺകുട്ടിയുടെ വിവാഹം സംബന്ധിച്ച കേസിൽ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് മുന്നിൽ DGP ബുധനാഴ്ച നേരിട്ട് ഹാജരാകും. രേഖകൾ പ്രകാരം 18 വയസ്സ് പൂർത്തിയായെന്നും കല്യാണം നടത്തിയതിൽ വീഴ്ചയില്ലെന്നും സംസ്ഥാന പോലീസ് മേധാവി അറിയിക്കും. രേഖകൾ വ്യാജമല്ലെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. കുട്ടിയെ കാണാനില്ലെന്ന പ്രചാരണം തെറ്റാണ്. പെൺകുട്ടി കേരളത്തിൽ തന്നെയുണ്ടെന്നും ആവശ്യപ്പെട്ടാൽ സംരക്ഷണം നൽകാൻ തയ്യാറാണെന്നും DGP കമ്മീഷനെ അറിയിക്കും. മധ്യപ്രദേശ് DGPയോടും ഹാജരാകാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊഴിയെടുക്കണമെന്ന നിലപാടിലാണ് മധ്യപ്രദേശ് പോലീസ്. കേരളത്തിലെത്തിയെങ്കിലും അവർക്ക് പെൺകുട്ടിയെയും ഭർത്താവിനെയും കണ്ടെത്താനായിരുന്നില്ല. പെൺകുട്ടി ഗർഭിണിയാണെന്നും യാത്ര ചെയ്യാൻ കഴിയാത്തതിനാൽ ഹാജരാകാനാകില്ലെന്നും ഭർത്താവ് ഫർമാൻ ഖാൻ നേരത്തെ മധ്യപ്രദേശ് പോലീസിനെ അറിയിച്ചിരുന്നു. മാർച്ച് 11 തിരുവനന്തപുരം പൂവാറിലെ ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരുടെയും വിവാഹം നടന്നത്. പ്രായപൂർത്തിയാകാത്ത മകളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം കഴിച്ചെന്നാരോപിച്ച് ഫർമാനെതിരെ കുട്ടിയുടെ മാതാപിതാക്കൾ മധ്യപ്രദേശ് പോലീസിന് പരാതി നൽകിയിരുന്നു. കുടുംബം ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഭർത്താവിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം ഈ രേഖകൾ കെട്ടിച്ചമച്ചതാണെന്നാണ് പെൺകുട്ടിയുടെയും ഫർമാൻ ഖാന്റെയും നിലപാട്. ഇരുവരുടെയും അറസ്റ്റ് മെയ് 20 വരെയും ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം കല്ലുവാതുക്കലിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികന് എന്താണ് സംഭവിച്ചത്? ആത്മഹത്യയോ അപകട മരണമോ എന്നാണ് ആദ്യം കരുതിയതെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ വഴിത്തിരിവ്. കല്ലുവാതുക്കൽ സ്വദേശി രവീന്ദ്രനെ കൊലപ്പെടുത്തിയതെന്നാണ് കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്ന് പോലീസ് കൊലക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ആരാണ് കൊലയാളിയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം. കല്ലുവാതുക്കൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലാണ് 65 വയസ്സുള്ള രവീന്ദ്രനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെ 6:30യോടെയാണ് കെട്ടിട ഉടമ രക്തം വാർന്ന നിലയിൽ മൃതദേഹം കണ്ടത്. കെട്ടിടത്തിന്റെ 2ാം നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് അടിയുടെ ആഘാതമാണ് മരണകാരണമെന്ന് വ്യക്തമായത്. രവീന്ദ്രന്റെ തലയ്ക്ക് പിന്നിലായി 6 സെന്റിമീറ്റർ നീളമുള്ള മുറിവും ചെവിക്ക് സമീപമായി 3 സെന്റിമീറ്റർ നീളമുള്ള മുറിവും ഉണ്ടായിരുന്നു. കുടുംബവുമായി അകന്നു കഴിഞ്ഞിരുന്ന രവീന്ദ്രൻ കല്ലുവാതുക്കൽ പാരിപ്പള്ളി ഭാഗങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാരും മൊഴി നൽകിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. ന്യൂസ് 18 കൊല്ലം. നാട്ടിൽ മോഷ്ടിക്കാനിറങ്ങുന്ന കള്ളന്മാർക്ക് ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി നിരീക്ഷണ ക്യാമറകളാണ്. ഫാക്ടറികളിലും ഓഫീസുകളിലും, എന്തിനു പറയുന്നു, ചെറിയ കടകളിലും വീടുകളിലും പോലും ഇപ്പോൾ CCTVകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൊല്ലം കുണ്ടറയിൽ പ്രവർത്തനം നിർത്തിയിരുന്ന കശുവണ്ടി ഫാക്ടറിയിൽ കയറി മോഷണം നടത്തിയ കവർച്ചാ സംഘത്തിന് കുരുക്കായതും CCTV ക്യാമറയാണ്. കേസിൽ കാരിക്കൽ സ്വദേശി മൊട്ട സുജിത്തും മുളവര സ്വദേശി
ആദർശ് അപ്പൂസും കുണ്ട്ര പോലീസിന്റെ പിടിയിലായി. ഫാക്ടറിയുടെ പിന്നിലെ മതിൽ ചാടിക്കടന്ന് ലക്ഷങ്ങൾ വില വരുന്ന മോട്ടോറുകളും മെഷീൻ പാർട്സുകളും ഇവർ മോഷ്ടിച്ച് കടത്തുകയായിരുന്നു. വർഷത്തിലേറെയായി അടഞ്ഞുകിടന്നിരുന്ന സ്ഥാപനത്തിലായിരുന്നു ഇരുവരും മോഷണം നടത്തിയത്. ഫാക്ടറിയുടെ പിറകുവശത്തെ മതിൽ ചാടി കയറിയ പ്രതികൾ വിവിധ മുറികളിലുണ്ടായിരുന്ന ഫാനുകൾ, മെഷീൻ പാർട്സുകൾ, വിലപിടിപ്പുള്ള 25ഓളം മോട്ടോറുകൾ, അലൂമിനിയം പാത്രങ്ങൾ, ത്രാസുകൾ എന്നിവ മോഷ്ടിക്കുകയായിരുന്നു. ഏകദേശം 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷണം നടത്തിയതായി പോലീസ് പറയുന്നു. സമീപത്തുള്ള CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കാരിക്കൽ സ്വദേശി മൊട്ടസുജിത്തും മുളവന സ്വദേശിയായ ആദർശ് അപ്പൂസും കുണ്ട്ര പോലീസിന്റെ പിടിയിലായത്. കുണ്ട്ര മുക്കടയിലെ ഒരു ആക്രിക്കടയിൽ നിന്നാണ് ചില തൊണ്ടിമുതലുകൾ കണ്ടെത്തിയത്. എന്നാൽ മുഴുവൻ സാധനങ്ങളും ഇനിയും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. തുടരന്വേഷണത്തിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. ജ്വല്ലറികളിൽ സ്വർണം വാങ്ങണമെന്ന വ്യാജേനയെത്തി മോഷണം നടത്തുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ജീവനക്കാരുടെ ശ്രദ്ധ തിരിച്ച് സ്വർണം കവർന്ന് രക്ഷപ്പെടാൻ ആർക്കെങ്കിലും കഴിയുമോ? പ്രത്യേകിച്ച് ഇക്കാലത്ത് എല്ലാ കടകളിലും CCTV നിരീക്ഷണമുണ്ട്. കോഴിക്കോട് മുക്കത്തെ ജ്വല്ലറിയിൽ മോഷണം നടത്തിയ കേസിലും പ്രതിക്ക് പിടിവീണത് CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. വണ്ടൂർ സ്വദേശി ഫാസിലിനെ മുക്കം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാർച്ച് 11-നാണ് മുക്കം ശ്രീരാഗം ജ്വല്ലറിയിൽ മോഷണം നടന്നത്. സ്വർണം വാങ്ങാൻ വന്ന വ്യാജേനയെ എത്തി മോഷണം നടത്തിയ കേസിൽ അറസ്റ്റിലായ മലപ്പുറം വണ്ടൂർ സ്വദേശി ചെട്ടിയാറമ്മൽ ഫാസിലിനെയാണ് തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയത്. തൊണ്ടിമുതൽ കണ്ടെടുക്കുന്നതിനായി സ്വർണം വിറ്റ ഗൂഡല്ലൂരിലേക്ക് പ്രതിയുമായി മുക്കം പോലീസ് പോയി. മോതിരം വാങ്ങാനെന്ന വ്യാജേനയാണ് ഇയാൾ ജ്വല്ലറിയിൽ എത്തിയത്. ജീവനക്കാർ മോതിരം വെച്ച ട്രേ നൽകിയപ്പോൾ കുറച്ചുനേരം തെരഞ്ഞ ശേഷം 2 മോതിരങ്ങൾ കൈക്കലാക്കി കടയിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കോടഞ്ചേരി നെല്ലിപ്പൊയിലിൽ നിന്ന് മാർച്ച് 30-ന് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ തെളിവെടുപ്പിന് ശേഷം തിരികെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ന്യൂസ് 18 മുക്കം. വിഷാദ രോഗം അപകടകരമായ അവസ്ഥയാണ്. അങ്ങനെയുള്ളവർ പല രീതിയിൽ പരാക്രമം കാണിക്കും. ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെയും ഒപ്പം കൂട്ടി മരണം തിരഞ്ഞെടുക്കുന്നവരെയും കാണാം. തിരൂർ ഏഴൂരിലെ ഇർഫാനയുടെയും 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെയും മരണം വിഷാദ രോഗത്തെ തുടർന്നുള്ള ആത്മഹത്യയാണോ? വീട്ടിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. അമ്മ മരിച്ച മനോവിഷമത്തിലായിരുന്നു ഇർഫാനയെന്ന് പോലീസ് പറയുന്നു. തിരൂരിൽ 30-കാരിയും 1.5 വയസ്സുള്ള മകനും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. യുവതി മകനെയും കൊണ്ട് മരിക്കാനായി കിണറ്റിൽ ചാടിയത് തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നും ജീവനൊടുക്കിയതാണെന്നും പോലീസ് വ്യക്തമാക്കി. ഇർഫാനയുടെയും മകന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 4 മാസം മുമ്പ് നടന്ന മാതാവിന്റെ മരണത്തിന് ശേഷം ഇർഫാന മാനസികമായി ഏറെ പ്രയാസം അനുഭവിച്ചിരുന്നതായാണ് പോലീസ് പറയുന്നത്. തിരൂർ ഏഴൂർ പുളിക്കപ്പറമ്പിൽ തിങ്കളാഴ്ച വൈകുന്നേരമാണ് ദാരുണ സംഭവം ഉണ്ടായത്. ഇർഫാനയ്ക്ക് പുറമെ മകൻ 1.5 വയസ്സുള്ള അമൻ മാലിക്കാണ് മരിച്ചത്. ഇർഫാനയുടെ പിതാവ് കരിമ്പനക്കൽ ഇബ്രാഹിം കുട്ടി പള്ളിയിൽ പോയതിനു പിന്നാലെ യുവതിയെ കാണാതാവുകയും തിരച്ചിൽ നടക്കുന്നതിനിടെ കിണറിന്റെ വറ സ്ഥാനം തെറ്റി കിടക്കുന്നത് കണ്ട് നോക്കിയപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തുകയുമായിരുന്നു.
തിരൂർ ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തമിഴ്നാട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ മദ്യനിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. കുമളിയിലെ ബാറുടമയുടെ വാദം അംഗീകരിച്ചാണ് ഇടക്കാല ഉത്തരവ്. തൃശൂർ പാലിയക്കരയിൽ 90 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം സ്വദേശി അഫ്നാൻ, കുന്നംകുളം മേത്തല സ്വദേശി ഷൈൻ എന്നിവർ. വിവാഹ ഹാളിൽ തർക്കമുണ്ടായപ്പോൾ പോലീസിനെ വിളിച്ചതിന്റെ വിരോധത്തിൽ യുവാവിന്റെ പല്ല് അടിച്ചുകൊഴിച്ച കേസിൽ 4 പ്രതികൾ പിടിയിൽ. കോഴിക്കോട് കസ്ബ പോലീസ് പിടികൂടിയത് കല്ലുത്താൻകടവ് ഫ്ളാറ്റിലെ താമസക്കാരായ രാകേഷ് ബാബു, വിഷ്ണു, കിരൺ ശങ്കർ, അജയ് എന്നിവരെ. പങ്കാളിയുടെ ഫോൺ അവരറിയാതെ പരിശോധിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റ അക്കൗണ്ടുകൾ രഹസ്യമായി നോക്കും. അവർ പോകുന്ന സ്ഥലം, സംസാരിക്കുന്ന ആളുകൾ ഇതൊക്കെ പിന്തുടരും. അവർ കുറച്ച് സമയം കോൾ വെയിറ്റിങ്ങിലായാൽ അസ്വസ്ഥരാകും. നിങ്ങളുടെ പങ്കാളിയോ കാമുകനോ ഇങ്ങനെയുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്നവരാണോ? എങ്കിൽ അവരെ സൂക്ഷിക്കണം കേട്ടോ. ഇത് സംശയരോഗമാണ്. ചെറിയ കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തലും വഴക്കുമൊക്കെ ഇടുന്നതാണ് തുടക്കം. പിന്നീട് പതിവായി കലഹം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന സങ്കടങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കില്ല. തങ്ങൾ സംശയരോഗിയാണെന്ന് അംഗീകരിക്കാനോ ചികിത്സിക്കാനോ തയ്യാറാകില്ല. ഇങ്ങനെയുള്ളവർക്കൊപ്പമുള്ള ജീവിതം അതികഠിനമായിരിക്കുമല്ലേ? സംശയം പരിധി വിട്ടാൽ വീട്ടിൽ കൊലപാതകമോ ആത്മഹത്യയോ കാണേണ്ടി വരും. അതിനുള്ള സാഹചര്യം ഒഴിവാക്കാൻ സംശയരോഗികളെ ചികിത്സയ്ക്ക് വിധേയരാക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലത്. ഒന്നില്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക്, ഒരു നിവൃത്തിയുമില്ലെങ്കിൽ വിവാഹമോചനം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.